ഹലോ നമസ്കാരം എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് തുടങ്ങിയ കാലം മുതൽ നമ്മൾ കാണുന്നതാണ് ഒരു ലവ് ട്രാക്ക്. അത് ശ്രീനിഷും പേളിയുമാണ് സീസൺ 1 തുടങ്ങി വെച്ചതെങ്കിലും പിന്നെ അങ്ങോട്ട് നമുക്ക് എല്ലാ സീസണിലും ഒരു ലവ് ട്രാക്ക് കാണാം. ചിലർ ട്രയാങ്കിൾ സ്റ്റോറി വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഈ സീസൺ 7 തുടങ്ങിയതിന് ശേഷം അങ്ങനൊരു സംഭവം കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അനീഷ് വന്ന് അനുമോളെ പ്രപ്പോസ് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് നമ്മുടെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അവരെ പറ്റിയല്ല, ശൈത്യയും സാബുമോനും. ശൈത്യയുടെ പ്രണയം. എന്നാൽ ഇതൊരു പ്രണയകഥയല്ല, അപകടത്തിലേക്ക് പോകുന്ന ഒരു പാവം പയ്യൻ്റെ കഥയാണ്. ഒരു കാലത്ത് ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്ന അനുമോളെ പോലും പിന്നിൽ നിന്ന് കുത്തിയ ഒരാളാണ് ശൈത്യ. അതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ശൈത്യയ്ക്ക് കട്ടപ്പ എന്ന വിളിപ്പേരും വീണത്. ഈ സാബുമാനെ സ്ക്രീനിൽ കാണുമ്പോഴുണ്ടല്ലോ, എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നതറിയോ, ഈ കുഞ്ഞു പിള്ളേരുടെ നിഷ്കളങ്കതയില്ലേ, അത് തന്നെയാണ്. കാരണം എപ്പോഴും പുഞ്ചിരിച്ച് നല്ല മനസ്സുള്ള, ഒന്നും മനസ്സിൽ വയ്ക്കാത്ത ഒരു കുട്ടപ്പനായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്. ഇതൊക്കെ തന്നെ ആയിരിക്കും ശൈത്യയും ആകർഷിച്ചത്. കാരണം ശൈത്യ തന്നെ പറയുന്നുണ്ട്, സാബുമാനായിട്ട് സംസാരിക്കുമ്പോൾ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ എന്തോ പോസിറ്റീവ് വൈബൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നു. കുറേ ട്രിപ്പിനൊക്കെ പോകണം, കുറേ നേരം സ്പെൻഡ് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിൽ തോന്നുന്നുണ്ട്. റീ എൻട്രി ചെയ്ത സമയത്തും ഇത് തന്നെയായിരുന്നു മനസ്സിലെന്നൊക്കെ ശൈത്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഇൻ്റർവ്യൂവിൽ അവതാരക സാബുമാനോട് ചോദിക്കുന്നുണ്ട്, ഒരു ലവ് ട്രാക്ക് പിടിക്കുമായിരുന്നെങ്കിൽ അത് ആരുമായിട്ടായിരുന്നു സാധ്യതയെന്ന്. അപ്പോൾ സാബുമാൻ്റെ ഉത്തരം അത് ചിലപ്പോൾ ശൈത്യമായിട്ടായിരിക്കും എന്ന് തന്നെയാണ്. ചിലപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കണക്ഷനൊക്കെ തോന്നിയിട്ടുണ്ടാവാം. ഇത് ഇവർക്ക് കുറച്ച് നേരത്തെ തോന്നിയിരുന്നെങ്കിൽ നന്നായിരുന്നേ. കാരണം ശൈത്യയും സാബുമാനും കുറച്ച് നാൾ കൂടി ബിഗ് ബോസ് നിന്നേനെ. എന്തായാലും സാബുമാൻ പറഞ്ഞത് ഈ കാര്യമാണ്, കണക്ഷൻ ബിൽഡായിട്ടുണ്ട്, എന്തായാലും പുറത്താണ് ആ കണക്ഷൻ ഞാൻ പ്രോപ്പറായിട്ട് കാണിക്കാൻ പോകുന്നത് എന്നാണ്. സത്യം പറഞ്ഞാൽ ശൈത്യം കുറച്ച് നാണത്തോടെ സന്തോഷത്തോടെ ചിരിച്ചോടൊക്കെയാണ് അതിൻ്റെ റെസ്പോണ്ടും കൊടുത്തത്. ഇനി ഇവനെങ്ങാണ് റിലേഷനിലായാൽ എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്ന സാബുമാൻ്റെ വേറൊരു മുഖം നമ്മൾ ചിലപ്പോൾ കാണേണ്ടി വരും. അങ്ങനെ വരാതിരിക്കാൻ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന കമൻറ്റുകളൊക്കെ സാബുമാൻ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഈ ഇൻ്റർവ്യൂവിൽ അവതാരക പറഞ്ഞിട്ട് സാബുമാൻ ശൈത്യയെ ഒന്ന് പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. പക്ഷേ തമാശയ്ക്കാണെങ്കിൽ പോലും സാബുമാൻ പ്രപ്പോസ് ചെയ്തപ്പോൾ ഒരു കറക്റ്റ് മറുപടി കൊടുക്കാൻ കഴിയാത്ത ഒരു ശൈത്യയാണ് നമുക്കവിടെ കാണാൻ സാധിച്ചത്. ഈ ശൈത്യയാണ് അനീഷ് അനുവിനെ പ്രപ്പോസ് ചെയ്തപ്പോൾ അനുവിനെ കുറ്റം പറഞ്ഞത്. കൂടാതെ ഒരു കാര്യം കൂടി എനിക്ക് ഓർമ്മ വരുന്നത്, അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്ത സമയത്ത് ശൈത്യ പറയുന്നുണ്ട് അനീഷിനോട്, അത് അവൾ എന്തേലും കാണിക്കാതെ ആർക്കും ഇഷ്ടമൊന്നും തോന്നില്ലല്ലോ അല്ലേന്ന്. അപ്പോൾ ഈ സാബുമാനൊരു ഇഷ്ടം തോന്നിയത് ശൈത്യ വല്ലതും കാണിച്ചിട്ടാണോ? എന്തായാലും ആ ഇൻ്റർവ്യൂവിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ശൈത്യ നല്ല രീതിക്ക് ക്യൂട്ട്നെസ് ഒക്കെ ഇട്ട് മെഴുകുന്നുണ്ടായിരുന്നു. സാബുമാൻ്റെ ഇരിപ്പ് കണ്ടാൽ തോന്നും അദ്ദേഹത്തിന് ഇതുവരെ നേരം പോലും വെളുത്തിട്ടില്ല എന്ന്. നമ്മൾ ബിഗ് ബോസിൽ കണ്ട ശൈത്യ ആവട്ടെ സാബുമാനാകട്ടെ രണ്ടുപേരും എക്സ്ട്രീമിൽ ഓപ്പോസിറ്റാണ്. നമ്മൾ അറിയത്തില്ല, ഇനി ഫിസിക്സിലൊക്കെ പഠിച്ച പോലെ ഓപ്പോസിറ്റ്സ് അട്രാക്ട്സ് എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെങ്ങാണ് ഇനി അട്രാക്ഷൻ വന്നതാണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഇനി എന്തു തന്നെ ആയാലും ഏത് സമയം 32 പല്ലും കാട്ടി ചിരിച്ചുകൊണ്ടിരിക്കുന്ന സാബുമാൻ ഇനി ജീവിതത്തിലുടനീളം ചിരിക്കാൻ സാധിക്കട്ടെ. നല്ലത് മാത്രം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. അനീഷിൻ്റെ അനുമോടെ കാര്യത്തിൽ അതൊന്നും നടക്കാൻ സാധ്യത വളരെ കുറവാണ്. പിന്നെ ജിസയിലും ആര്യനും അവർ ഫ്രണ്ട്സ് ആണെന്ന് ഓൾറെഡി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇനി ഈ സീസണിൽ നമുക്ക് വേറെ ഒരു ലവ് ട്രാക്കും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇനി 1 ഡേയും കൂടെ ഉള്ളൂ ഫൈനൽ ഫിനാലയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് തന്നെയായിരിക്കും ഈ സീസണിലെ ലവ് ട്രാക്ക്, സാബുമാൻ ആൻഡ് ശൈത്യ.